തെറി പറയും ഈ തെമ്മാടിത്തം പറ്റൂല. ഷാജിദ ഷാജിയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? അവൾ നിന്റെ കാമുകിയല്ലേ? നല്ലവണ്ണം വെളുപ്പിക്കുന്നുണ്ടല്ലോ. ഇയാൾക്ക് എത്ര കിട്ടി എന്നിങ്ങനെയാണ് പലരുടെയും ചോദ്യം. കൂടാതെ കമൻറ്റ് ബോക്സിൽ ഉമ്മാക്കും ഉപ്പാക്കും വിളി വേറെയും. നിങ്ങളൊരു ഉസ്താദല്ലേ, മുസ്ലിയാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു ഉസ്താദുമല്ല. ഷാജിദ ഷാജിയുടെ ആ തുടക്കത്തിൽ എല്ലാവരും തന്നെ ഷാജിദ ഷാജിയെ നല്ലത് പറഞ്ഞുകൊണ്ട്, പാവം സഹോദരി, വിധവ, 5 മക്കളുടെ മാതാവ്, വളരെ കഷ്ടതയിൽ കഴിയുന്നവൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനും അതുപോലെ തന്നെയാണ് ഷാജിദാക്ക് വേണ്ടി വീഡിയോകൾ ചെയ്തത്. ഞാനത് തുടർന്നു കൊണ്ടേയിരുന്നു. എൻ്റെ ചാനലിൽ ഷാജിദയെ കുറ്റം പറഞ്ഞുള്ള ഒരു വീഡിയോ പോലും ഉണ്ടാകില്ല. പിന്നെ ഷാജിദ ഷാജിയുടെ വിവാഹക്കാര്യം, അതും ആദ്യമായി പുറത്തെത്തിച്ചത് ഞാനാണ്. അക്കാരണത്താൽ തന്നെയാണ് ആ വിവാഹത്തിൻ്റെ പിന്നിലെ കള്ളത്തരങ്ങൾ പുറത്തു വന്നത്. ആ വീഡിയോ എന്നോട് റിമൂവ് ചെയ്യാൻ വേണ്ടി പലരും തന്നെ പറഞ്ഞു. ആളുകളെ ഒന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഞാനത് റിമൂവ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് എന്തും വിളിച്ചു പറയാം എന്നുള്ളത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ വിവാഹം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നത് ആദ്യം മനസ്സിലാക്കിയത് ഞാനായിരുന്നു. അത് ഷാജിദ ഷാജി പറഞ്ഞിട്ടല്ല, അല്ലാതെ മറ്റൊരു വഴിയിലൂടെ തന്നെ ഞാനത് മനസ്സിലാക്കി. അപ്പോഴാണ് ഞാൻ അതിലെ പേരും ഫോട്ടോയുമൊക്കെ ബ്ലർ ചെയ്ത് ഒഴിവാക്കിയത്. തൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ ഷാജിദ പിന്നെ പല ഇൻ്റർവ്യൂവിലും പോയിട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നൽകിയതും, പിന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പോയി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേയില്ല എന്നൊക്കെ പറഞ്ഞതും തെറ്റല്ല എന്നുള്ളത് ഞാൻ എവിടെയും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാം നിങ്ങൾ പറയുന്നത്? ഞാനും മനുഷ്യനല്ലേ, എനിക്കും മനസ്സില്ലേ? എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും പറയുമ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ടും പറയും. പക്ഷേ ഇനി അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവർ എന്നോട് എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാം. എന്തിനാണ് ഒട്ടനേകം ആളുകൾ വന്ന് നോക്കുന്ന കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള ഊളത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? അത് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവരും മനസ്സിലാക്കാൻ ഇടയാകുമല്ലോ. ഇനി അങ്ങനെ വിളിക്കാൻ ആഗ്രഹമുള്ളവർ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. ഷാജിദ ഷാജിയെ ഞാൻ ഒരു കാര്യത്തിൽ മാത്രമാണ് ന്യായീകരിക്കുന്നത്, ആ റഹൂഫിൻ്റെ കാര്യത്തിൽ. അയാളും എന്നെ ഒട്ടനേകം അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 പേർ രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ന്യായമായ കാര്യമാകുന്നത്? 2 പേരും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾ മാത്രം സമൂഹത്തിൽ ക്രൂശിക്കപ്പെടാൻ കാരണമാകുന്നത്? ജസ്ന എന്ന സഹോദരിയെക്കുറിച്ച് ഷാജിദ ഷാജി പുറത്ത് പറയാനുള്ള കാരണവും അയാളല്ലേ? താൻ സ്വകാര്യമായി ചെയ്ത കാര്യങ്ങൾ ഇതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കേണ്ട കാര്യം എന്തായിരുന്നു അയാൾക്ക്? ഞാൻ തന്നെ അയാളോട് പറഞ്ഞതാണ്, നിങ്ങൾ നാട്ടിൽ വരൂ, എന്നിട്ട് നിങ്ങൾ നിയമപരമായി പോകൂ. നിങ്ങളുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ന്യായം ഇവിടെ നിന്ന് ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാജിദ ഷാജിയെ മോശവൽക്കരിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് അയാൾ ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്തത്. അപ്പോൾ അത് വ്യക്തമായി അറിയാവുന്ന ഞാൻ എങ്ങനെയാണ് ഷാജിദയെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുക? ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഷാജിദ ഷാജി മാത്രമല്ല, സമൂഹത്തിൽ ഏതൊരു മതക്കാരിയായാലും ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തപ്പെടാൻ പാടില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് നൽകണം. പക്ഷേ ഇങ്ങനെ പരിഹാസ വാക്കുകൾ പറഞ്ഞ് ആ മക്കളുടെ ഭാവി പോലും ചിന്തിക്കാതെ അവരെ മോശമാക്കണം എന്നുള്ളത് ഒരു ന്യായമായ കാര്യമായിട്ട് എനിക്കിതുവരെ തന്നെ തോന്നിയിട്ടില്ല. ഷാജിദയെക്കുറിച്ചും ജസ്നയെക്കുറിച്ചുമൊക്കെ ഇത്തരത്തിൽ സമൂഹത്തിൽ മോശപ്പെടുത്താൻ കാരണക്കാരനായ ആളെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടതും നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കേണ്ടതും. അതല്ലേ ന്യായമായ കാര്യം? അതുകൊണ്ട് ഷാജിദ ഷാജിയുമായി എനിക്ക് യാതൊരു വഴിവിട്ട ബന്ധങ്ങളുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇനി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ അയക്കരുത്. അസ്സലാമു അലൈക്കും.